ഇപ്പോൾ പലയിടങ്ങളിലും പത്തനംതിട്ടയിലൊക്കെ മഴ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്, മഴക്കെടുതി പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്, വെള്ളക്കെട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ. മണിമലയാറ് കരകവിഞ്ഞ് റോഡിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. സുജു കൂടി പത്തനംതിട്ടയിൽ നിന്ന് ടെലിഫോൺ ലൈനാണ് സുജു എന്നോടൊപ്പം ചേരുന്നത്. സുജു, പത്തനംതിട്ടയിൽ ഇപ്പോൾ മണിമലയാർ കരകവിഞ്ഞു, റോഡിലേക്കൊക്കെ വെള്ളം കയറി തുടങ്ങി എന്നൊക്കെ കേൾക്കുന്നു. എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ ജില്ലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? മനു, നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പത്തനംതിട്ട ഇവിടെയാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. നെടുമ്പുറത്ത് അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലാണ് വെള്ളം കയറിയിരിക്കുന്നത്. നിലവിൽ 2 അടിയോളം വെള്ളമാണ് കയറിയിരിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങൾക്ക് പോകാൻ ഏറെ ബുദ്ധിമുട്ടാണ്. KSRTC ബസ്സും മറ്റ് വലിയ വാഹനങ്ങളും സർവീസ് നടത്തുന്നുണ്ട്, അതിനൊന്നും തടസ്സപ്പെട്ടിട്ടില്ല. ഇതിൽ 2 ദീർഘദൂര സ്റ്റാപ്പുകളാണ് ഇതിനോടകം തുറന്നിരിക്കുന്നത്. തിരുവല്ല താലൂക്കിലാണ്, പ്രധാനമായി അപ്പുറക്കുട്ടനാടൻ മേഖലയിലാണ് ഈ വെള്ളപ്പൊക്ക കെടുതി ഭീഷണി നേരിടുന്നത്. എന്നാൽ വെള്ളപ്പൊക്കത്തിലെ കാര്യങ്ങളെത്തില്ല. ഏതാനും ചില വീടുകളിൽ മാത്രമാണ് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്. എന്തായാലും ജില്ലയിലെ സ്ഥിതിഗതികൾ ഇപ്പം ആശങ്കപ്പെടുത്തുന്ന സാഹചര്യത്തിൽ കൂടിയല്ല കടന്നു പോകുന്നത്. സുജു, ഏതെങ്കിലും തരത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇപ്പോൾ മണിമലയാറിലൊക്കെ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ നൽകിയിട്ടുണ്ടോ ഈ മേഖലകളിൽ? തീർച്ചയായിട്ടും അത്രയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര ജല കമ്മീഷന്റെ പ്രളയ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ ജില്ലാ ഭരണകൂടം ഒരു സ്ഥിരമായി തന്നെ ഒരു ജാഗ്രതാ നിർദ്ദേശം അല്ലെങ്കിൽ പ്രത്യേകം പുറപ്പെടുപ്പിക്കാതെ തന്നെ ജാഗ്രത പുലർത്തും. കാരണം ഈ ജില്ലയിൽ തന്നെ നമുക്കറിയാം, ജില്ലയുടെ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ അങ്ങനെയാണ്. മലയോര മേഖലയുണ്ട്. ആദ്യം മലയോര മേഖലയിൽ മഴ ശക്തമാവുമ്പോൾ കിഴക്കൻ വെള്ളത്തിന്റെ വരവ് എന്നാണ് ഈ അപ്പുറത്തുടനാടൻ മേഖല, തിരുവല്ല പോലുള്ള താഴ്ന്ന പ്രദേശത്തിന് ആളുകൾ പൊതുവിൽ പറഞ്ഞത്. അതിനെ ഈ മലയോര മേഖലയിലെ പെയ്ത്തു വെള്ളം കൂടെ തിരുവല്ലയിലേക്ക് ഈ അപ്പുറത്തുള്ള ചാത്തങ്കേരി, മറ്റ് ചാത്തങ്കേരി, നെടുമ്പുറം, തിരുമൂലപുരം തുടങ്ങിയ കുറ്റിയൂര് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ഈ മലയോര മേഖലയിലെ പെയ്ത്തുകളോട് എത്തുമ്പോഴാണ് അത് പ്രളയത്തിലേക്ക് അല്ലെങ്കിൽ വെള്ളപ്പൊക്ക ഭീഷണിയിലേക്ക് എത്തുന്നത്. അതിനാൽ സ്വാഭാവികമായും മണിമലയാറും പമ്പാറും സംയോജിക്കുന്ന അല്ലെങ്കിൽ ചേരുന്ന പ്രദേശമാണ് ഈ അമ്പലപ്പുഴ സംസ്ഥാന പാതയിൽ വെള്ളം കയറിയ സ്ഥലം. അത്തരം പ്രദേശങ്ങളിൽ പലപ്പോഴും ഇത്തരം വെള്ളക്കെട്ടുകൾ രൂപപ്പെടാറുണ്ട്. അതിനാൽ തന്നെ ആ പ്രദേശങ്ങളോട് ജാഗ്രത പുറത്തുപോകുന്ന ഇതിനോടൊപ്പം തന്നെ. എന്നാൽ മലയോര മേഖലയിൽ ഇപ്പോൾ ഗതാഗത നിയന്ത്രണമോ അത്തരം കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. കാരണം ആ മഴ ആ തരത്തിലേക്ക് ഉയർന്നിട്ടില്ല എന്നുള്ള വിലയിരുത്തലാണ് ജില്ലാ ഭരണകൂടത്തിനുള്ളത്. ശരി, ഏതായാലും ഇപ്പോൾ ഈ മണിമലയാർ കരകവിഞ്ഞതിനെ തുടർന്ന് വെള്ളം കയറിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. റോഡുകളിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്, വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അത് അത്തരത്തിൽ മഴ ദുരിതം വിതയ്ക്കുകയാണ്, മനുഷ്യരുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് പത്തനംതിട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സുജുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ ജാഗ്രതയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു.